കാര്യത്തിൽ കോൺഗ്രസ് സർക്കാരും അതുപോലെ തന്നെ CPM-ഉം നടത്തിയിട്ടുള്ള നാടകങ്ങൾ. കാരണം അവർക്ക് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം, അവർക്ക് വിഷയങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അവർ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം ജനങ്ങളെ മുന്നിൽ നിർത്തി കബളിപ്പിച്ചുകൊണ്ട് തീർക്കുന്ന ഒരു നാടകം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. രണ്ട്, കോൺഗ്രസിന് അതിനകത്ത് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. സരിത എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയും അവരുടെ കൂട്ടാളികളും കൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വെറുതെ അങ്ങോട്ട് നടന്നിട്ട് ഒരു ആൾബലം ഇല്ലാതെ വെറുതെ അങ്ങ് കുറെ കോടികൾ കട്ടു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സർക്കാരുള്ള സ്ഥലമാണ്, ആഭ്യന്തര സംവിധാനമാണ്, നിയമവാഴ്ചയുള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് അതിനെ അവർ ആരുടെങ്കിലും സൗകര്യം കിട്ടാതെ അവർ ഒന്നും ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ചെയ്തവർ ആരൊക്കെ എന്ന് കണ്ടെത്താൻ കോൺഗ്രസും തയ്യാറായില്ല, അതിനുശേഷം വന്ന കമ്മ്യൂണിസ്റ്റും തയ്യാറായില്ല, തുടർന്നു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. ഈ സരിതയുടെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ആരോപണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ മുന്നണികൾ അധികാരത്തിൽ വന്നു എന്നല്ലാതെ യാതൊരുവിധ തരത്തിലുള്ള ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിന്റെ പുറകിലുണ്ടായി ചരട് വലിച്ച വ്യക്തികളെ ഇന്നും ഈ കാണാമറയത്ത് നിർത്തുന്നത് ഈ സെറ്റിൽമെന്റിന്റെ ഭാഗമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു പുതിയൊരു കാര്യം ഈ ചർച്ചയിൽ രചിച്ചിരിക്കുന്നു. എന്താ? മുല്ലപ്പൂ സമരം, നിൽപ്പ് സമരം, രാപ്പകൽ സമരം, കിടപ്പ് സമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ജനങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്തതിന്റെ പേരിൽ സമരം നടത്തിയ ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ബയോ ടോയ്ലറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ സമരം നിർത്തിപ്പോയ സെറ്റിൽമെന്റ് ഉണ്ടാക്കേണ്ടി വന്നൊരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപതിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞേക വിഷയം എന്നുള്ളത്. അസ്കർജി ക്ഷമിക്കണം, കാരണം അങ്ങയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. 100% ഉറപ്പാണ്. നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കൂ, ഞങ്ങൾ ഇപ്പുറത്തുണ്ടാവും, നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം.